അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പിക്ചർ, അതേപോലെ തന്നെ ഷേപ്പ്, അതേപോലെ തന്നെ സ്മാർട്ട് ആർട്ട്. ഈ 3 ടൂളിനെ കുറിച്ചാണ്. ഏതാണ്ട് ഈ 3 ടൂളുകൾ നമുക്ക് ഒരു രൂപത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിലെ എല്ലാത്തിലെയും ടൂളുകൾ ഏതാണ്ട് ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിലുള്ള ടൂളുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ്, അതായത് വിവിധ രൂപത്തിലുള്ള ഇമേജസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് പിക്ചർ എന്ന ടാബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പിക്ചറിൽ ക്ലിക്ക് ചെയ്യാം. പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ദിസ് ഡിവൈസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ബോക്സ് തുറന്നു വരും. ഇതൊന്ന് നമുക്ക് ഏത് മോഡലുള്ള പിക്ചറാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു പിക്ചർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ പിക്ചറിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ വന്ന് കുറയ്ക്കുകയും അതേപോലെ തന്നെ കൂട്ടുകയും ചെയ്യാം. വെടുത്തും അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഹൈറ്റും എല്ലാം നമുക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് നമുക്കിതുപോലെ കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനും യൂസ് ചെയ്യാം. അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് നമുക്കിവിടെ ഈ പിക്ചർ ടൂൾ എന്നുള്ളത് വരുന്നത്. പിക്ചറിൻ്റെ പുറത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ടൂൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. എപ്പോഴാണോ നമ്മൾ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് നമുക്കിവിടെ പിക്ചർ ടൂൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഫസ്റ്റ് വരുന്നതാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നമുക്ക് ഈ രൂപത്തിൽ, അത് ഏതാണ്ട് കറക്റ്റൊന്നും ആവില്ല, നമ്മളെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി ഈ രൂപത്തിലേക്കാക്കി മാറ്റിയെടുക്കാനാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. വീണ്ടും അത് പഴയ രൂപത്തിൽ നമ്മൾ ആദ്യം എങ്ങനെയാണോ ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്തത് ആ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീസെറ്റ് പിക്ചർ എന്നൊരു ടൂളുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാം. ഇനി കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇമേജിൻ്റെ, അതായത് ഈ പിക്ചറിൻ്റെ ക്ലാരിറ്റി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതുപോലെ കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനും. ഇപ്പോൾ ഇതിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടുന്നതും കുറയുന്നതും നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ പിക്ചറിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇമേജിൻ്റെ ക്ലാരിറ്റി നമുക്കിതുപോലെ കൂട്ടാനും അതേപോലെ തന്നെ കറക്റ്റ് ചെയ്യാനും അതായത് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കറക്ഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ കാണുന്ന കളേഴ്സിലേക്ക് നമ്മൾ പിക്ചറിനെ ചേഞ്ച് ചെയ്തെടുക്കാനാണ് കളർ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏത് മോഡലിൽ കളേഴ്സിലേക്കാണോ വേണ്ടത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആർട്ടിസ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എഫക്റ്റ് പിക്ചറിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ആർട്ടിസ്റ്റ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിക്ചറിൻ്റെ ക്ലാരിറ്റി എത്രയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് കുറയ്ക്കാനും അതേപോലെ തന്നെ കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ട്രാൻസ്പെറൻസി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തുകയാണെങ്കിലും അതെല്ലാം ഒഴിവാക്കി നമുക്ക് ആദ്യം ചെയ്ത രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിനാണ് റീസെറ്റ് പിക്ചർ ഉപയോഗിക്കുന്നത്. പിന്നെ ചേഞ്ച് പിക്ചർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൊടുത്ത പിക്ചറിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും പിക്ചേഴ്സ്, ഇപ്പോൾ ഉള്ള പിക്ചർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് വേറെ ഏതെങ്കിലും പിക്ചേഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് പിക്ചർ ഉപയോഗിക്കുന്നത്. പിക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പിക്ചറിൻ്റെ ഈ കാണുന്ന രൂപത്തിൽ, അതായത് ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ പല സ്റ്റൈലുകളൊക്കെ കാണിച്ചു തരും. ഇതിൽ ഏത് സ്റ്റൈലിലേക്ക് ാണോ നമുക്ക് വേണ്ടത് പിക്ചറിന് അതിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡേഴ്സിന് നമുക്ക് പിക്ചറിൻ്റെ ബോർഡറിന് നമുക്ക് ഇതുപോലുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബോർഡേഴ്സുകളൊക്കെ ചേർത്ത് കൊടുക്കാനാണ് ബോർഡർ യൂസ് ചെയ്യുന്നത്. നോ ബോർഡർ എന്ന് പറഞ്ഞാൽ ബോർഡർ ഒന്നും നമുക്കിവിടെ ഉണ്ടാവില്ല. ഇനി ഇതേപോലെ തന്നെ ഈ രൂപത്തിൽ നമുക്ക് ബോർഡേഴ്സ് കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതല്ല ഈ രൂപത്തിലുള്ള ബോർഡേഴ്സ് വേണമെങ്കിലും അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള ബോർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിക്ചർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പിക്ചറിന് ഇതുപോലുള്ള എഫക്റ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിക്ചർ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പല എഫക്റ്റുകളും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിലത്തെ ഏത് എഫക്റ്റാണോ നമുക്ക് പിക്ചറിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പല മോഡലുകളും തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏത് മോഡലാണോ വേണ്ടത് അത് ചേർക്കാം. ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഷാഡോസുകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഷാഡോ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റിഫ്ലക്ഷൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാനാണ് റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നത്. ഗ്ലോ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കളേഴ്സൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഗ്ലോ. സോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജ് ഇതുപോലെ സോഫ്റ്റ് ചെയ്യാനാണ് സോഫ്റ്റ് എഡ്ജ്. ബിവേബിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡിസൈൻ. അങ്ങനെ നമുക്ക് ഈ പിക്ചറിന് ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഡിസൈനുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് പിക്ചർ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് പൊസിഷൻ. നമുക്കൊരു
പേജിൻ്റെ ഏത് ഭാഗത്ത് ഈ പിക്ചർ വരണം എന്ന് തീരുമാനിക്കാനാണ് പൊസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ താഴെ ഞാനൊരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്തു, പാരഗ്രാഫ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ പേജിൻ്റെ ഏത് ഭാഗത്തേക്കാണോ ഈ പിക്ചറിനെ നമുക്ക് കൊണ്ടുവരേണ്ടത് അത് ഇവിടുന്ന് തീരുമാനിക്കാം. ഇതാവുമ്പോൾ ഈ ഭാഗത്തായിരിക്കും വരിക, ഇതാവുമ്പോൾ ഇതിന് സെൻറ്ററിലായിരിക്കും വരിക, ഇതാവുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും വരിക. അങ്ങനെ ഏത് ഭാഗത്തേക്കാണോ ഈ പിക്ചറിനെ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊസിഷന് യൂസ് ചെയ്യുന്നത്. റാപ്പ് ടെക്സ്റ്റിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിക്ചറിന് ചുറ്റും നമുക്കിതുപോലെ ടെക്സ്റ്റ് സ്ക്വയർ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ, ത്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാം. ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും നമുക്കിതുപോലെ ടെക്സ്റ്റ് വരാനും, അതേപോലെ തന്നെ ബെഹിൻഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന് മുകളിൽ പിക്ചറിന് മുകളിൽ ടെക്സ്റ്റ് വരാനും, ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന് മുകളിൽ പിക്ചർ വരാനും. അപ്പോൾ ഇതിൽ ഏത് ടൂളാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ 3 ടൂള് തുടർന്ന് പറഞ്ഞു തരാം. ഇനി അലൈൻ, ലെഫ്റ്റ് അലൈൻ, അതായത് നമുക്കിവിടെ ഈ പൊസിഷൻ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടുന്ന് ഏത് ഭാഗത്തേക്കാണോ ഈ പിക്ചറിനെ മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അത് നമുക്കിവിടുന്ന് തീരുമാനിക്കാം. ലെഫ്റ്റോ സെൻറ്ററോ റൈറ്റോ ഏത് ഭാഗത്തേക്കാണോ ഈ പിക്ചറിനെ മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അതും നമുക്കിവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ ആംഗിളിലായിട്ട് ഈ പിക്ചറിനെ നമുക്ക് വിവിധ രൂപത്തിലായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിന് ആവശ്യമുള്ള ഭാഗം ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് ആ ഭാഗം മാത്രമായിട്ട് നമുക്കിതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ പിക്ചറിന് നമുക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടത് അതേപോലെ ഹൈറ്റും, അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതും നമുക്കിവിടെ നിന്ന് ക്രോസ് ചെയ്ത് വിഡ്ത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇനി അതേ രൂപത്തിൽ തന്നെ പിക്ചർ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണ് ഷേപ്പ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള വിവിധ രൂപത്തിലുള്ള ഷേപ്പുകളൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സിമ്പിളായിട്ടൊരു മോഡൽ ഷേപ്പ് ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ നമ്മൾ പിക്ചറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പിക്ചർ ടൂൾ ഡിസ്പ്ലേ ചെയ്ത രൂപത്തിൽ തന്നെ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ടൂളാണ് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടൂള്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് കളേഴ്സ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഷേപ്പിന് നമുക്ക് വിവിധ മോഡലുകൾ അല്ലെങ്കിൽ വിവിധ സ്റ്റൈലുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. ഇതിൽ ഏത് സ്റ്റൈലാണോ നമുക്ക് ഷേപ്പിന് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ഫില്ല് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇതുപോലുള്ള കളേഴ്സുകളൊക്കെ ഫില്ല് ചെയ്യാനാണ് ഷേപ്പ് ഫില്ല് യൂസ് ചെയ്യുന്നത്. നോ ഫില്ല് എന്ന് പറഞ്ഞാൽ ഒരു കളറും ഉണ്ടാവില്ല. ഇനി ഈ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏത് പിക്ചറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് ഗ്രേഡിയൻറ്റ് ഇതുപോലുള്ള ഡിസൈനാണോ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഈ മോഡലിലെ ഡിസൈനാണോ വേണ്ടത് അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഡിസൈനും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സ്റ്റൈല് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പിക്ചറിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പിൻ്റെ ഔട്ട്ലൈന് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലുള്ള രൂപത്തിലുള്ള ഔട്ട്ലൈൻ ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഔട്ട്ലൈനിന് പകരം നമുക്ക് ഇതുപോലുള്ള ഡിസൈനിലുള്ള ഔട്ട്ലൈൻ ആണോ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതേപോലത്തെ ഔട്ട്ലൈൻ ആണോ വേണ്ടതെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ പിക്ചറിൽ പറഞ്ഞ പോലെ ഷേപ്പിന് നമുക്ക് വിവിധ രൂപത്തിലുള്ള എഫക്റ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിക്ചറിൽ പറഞ്ഞ അതേ ടൂളുകൾ തന്നെയാണ് നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഏത് എഫക്റ്റാണോ നമുക്ക് ഷേപ്പിന് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന ആ രൂപത്തിലുള്ള എഫക്റ്റ് ആയിരിക്കും ഇതിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാം. ഇനി പിക്ചറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിവിടെ വരുന്നതാണ് വേർഡ് ആർട്ട് സ്റ്റൈല്. അതായത് നമുക്കിതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കീബോർഡിൽ നമുക്ക് ആ ടൈറ്റിൽ എന്താണോ നമുക്കിതിലേക്ക് വേണ്ടത് അത് നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സ്റ്റൈൽ ഏതാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഏത് സ്റ്റൈൽ വേണോ അത് ചേർക്കാം. ഒരു സ്റ്റൈൽ ഞാനിവിടുന്ന് ചൂസ് ചെയ്തു. ഇനി ഇതിൻ്റെക്ക് ഔട്ട്ലൈന് നമുക്കിതിൻ്റെ
ഇതിലേക്ക് ഏത് കളർ നമുക്ക് ഫില്ല് ചെയ്യണമെന്ന് നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലേത് കളറാണോ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാം. ഇതിൻ്റെ ഔട്ട്ലൈന് നമുക്ക് എന്തെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നോ ഔട്ട്ലൈന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ള എഫക്റ്റ് ആണോ വേണ്ടത് അത് നമുക്ക്, അതായത് ടെക്സ്റ്റിന് നമുക്ക് ഇതുപോലുള്ള എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഫക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഓരോന്ന് നിങ്ങളെടുത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. കുറച്ചധികം തന്നെ എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ഏത് എഫക്റ്റ് ആണോ നമുക്ക് ഷേപ്പിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റിന് വേണ്ടത് അത് ചേർക്കാം. ഇനി ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റ് വരേണ്ടത് അത് ഇവിടുന്ന് തീരുമാനിക്കുക. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡയറക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇതിലത്തെ ഏത് ഡയറക്ഷനിലാണോ നമുക്ക് ടെക്സ്റ്റ് വരേണ്ടത് അത് തീരുമാനിക്കാം. ഇനി അലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് നമുക്ക് ഏറ്റവും മുകളിൽ വരാൻ ടോപ്പ് എന്നതും മിഡിൽ വരണമെന്നുണ്ടെങ്കിൽ മിഡിലും, അതേപോലെ ഏറ്റവും താഴെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടമും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പിക്ചർ എടുത്തപ്പോൾ പറഞ്ഞ അതേ ടൂളുകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ താഴെ നമ്മളൊരു പാരഗ്രാഫ് ആഡ് ചെയ്ത് കൊടുത്തു. നോർമലി നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ ഒരു പാരഗ്രാഫ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ പിക്ചറിൻ്റെ ഏത് ഭാഗത്ത് പിക്ചറിൻ്റെ ഏത് ഭാഗത്തേക്ക്, അതായത് ഈ പേജിൻ്റെ ഏത് ഭാഗത്തേക്ക് ഷേപ്പിനെ നമുക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനാണ് പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇതാണ് കൊടുക്കണമെങ്കിൽ ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ചെയ്യാനാണ് പൊസിഷൻ യൂസ് ചെയ്യുന്നത്. റാപ്പ് ടെക്സ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിക്ചറിന് ചുറ്റും ടെക്സ്റ്റ് സ്ക്വയർ രൂപത്തിൽ വരാൻ, ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ, അതേപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ടോപ്പ് ആൻഡ് ബോട്ടം. ത്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാം. അതേപോലെ ബെഹിൻഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഷേപ്പിന് മുകളിൽ ടെക്സ്റ്റ് വരാനും, ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന് മുകളിൽ ഷേപ്പ് വരാനും. അപ്പോൾ ഇതിൽ ഏത് സ്റ്റൈലാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് ഈ ഷേപ്പ് വരേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേഡ്, സെലക്ഷൻ പാന്, ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു ഷേപ്പ് കൂടി വരച്ച് കൊടുത്താൽ ഓക്കെ, അടിയിലുള്ള ഷേപ്പ് നമുക്ക് മുകളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ബ്രിങ് ഫോർവേഡും അത് ബാക്കിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സെൻഡ് ബാക്ക്വേഡും യൂസ് ചെയ്യുന്നു. സെലക്ഷൻ പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് ഇത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ പാൻ യൂസ് ചെയ്യുന്നത്. അലൈൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും, അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലും, അതേപോലെ അലൈൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലും. ഇനി നമുക്കിത് വിവിധ ആംഗിളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഏത് ആംഗിളിലാണോ വേണ്ടത് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഹൈറ്റും, അതേപോലെ തന്നെ വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് വിടുത്തും ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ടൂളാണ് സ്മാർട്ട് ആർട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സ്മാർട്ട് ആർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിലത്തെ ഏത് മോഡലിലുള്ള സ്മാർട്ട് ആർട്ടാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സിമ്പിളായിട്ടുള്ള ഈ മെത്തേഡ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജായിരിക്കും നമുക്ക് തുറന്നു വരിക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്മാർട്ട് ആർട്ടിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ ഓരോ നമ്പേഴ്സ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ആഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അഡീഷണലായിട്ട് നമുക്കിതിലേക്ക് ഒരു ഷേപ്പ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ആഡ് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്കിതുപോലെ ബുള്ളറ്റ്സുകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത നമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത്തരത്തിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബുള്ളറ്റ്സുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ബുള്ളറ്റ്സ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഈ ടെക്സ്റ്റുകളൊക്കെ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് പാന്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ടെക്സ്റ്റുകളൊക്കെ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സിലായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിനെയാണ് ടെക്സ്റ്റ് പാൻ എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഹൈഡ് ആവുകയും ചെയ്യും, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ച് വരികയും ചെയ്യും. ഓക്കെ, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ച് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ ബോക്സ് കൊണ്ടുവരാനും അതേപോലെ തന്നെ ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് പാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ നമ്പർ എഡിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇത് നമുക്കിതുപോലെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിനാണ് ടെക്സ്റ്റ് പാൻ എന്ന് പറയുന്നത്. ഡിമോട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് ഷേപ്പുകൾ ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഡിമോട്ട് യൂസ് ചെയ്യുന്നത്. പ്രൊമോട്ട് എന്ന് പറഞ്ഞാൽ അത്
അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരാൻ. ഡിമോട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് ഷേപ്പുകൾ ഒന്നാക്കാനും, പ്രൊമോട്ട് എന്ന് പറഞ്ഞാൽ അത് പഴയ രൂപത്തിലേക്കും കൊണ്ടുവരാൻ. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് വരുന്നത്. അത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഈ രൂപത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇതിൻ്റെ രണ്ട് ഡയറക്ഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിപ്പിക്കാനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. മൂവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങോട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റാം. മൂവ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഏത് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. പല രൂപത്തിലുള്ള ലേഔട്ട്സുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് മോഡലിലെ ലേഔട്ട്സ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ചേഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കളറിനെ നമുക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് കളർ യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഡിസൈനാണ് എഫക്റ്റ് ആണോ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് എഫക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സ്മാർട്ട് ആർട്ടിന് നമുക്കിത് ഏത് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കൊടുത്ത എഫക്റ്റുകളൊക്കെ ഒഴിവാക്കി നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതേ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അഡീഷണൽ ആയിട്ട് എന്ത് ഡിസൈൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നമ്മൾ ആദ്യം ചെയ്ത എങ്ങനെയാണോ നമ്മൾ തുടക്കത്തിൽ ചെയ്തിരുന്നത് അതിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ് റീസെറ്റ് ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചേഞ്ച് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കറൻറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ സ്റ്റൈൽ മാറ്റിയിട്ട് ഇതിൻ്റെ സ്റ്റൈൽ മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും മോഡലിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ചേഞ്ച് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ലാർജർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വലിപ്പം കൂട്ടാം. സ്മോളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വലിപ്പം കൂട്ടാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വലിപ്പം കുറയ്ക്കുകയും ചെയ്യാം. ബാക്കി ഇതിൽ വരുന്ന എല്ലാ ടൂളുകളും നമ്മൾ ഷേപ്പിൽ പഠിച്ച അതേ ടൂളുകൾ തന്നെയാണ്. നിങ്ങളതൊന്ന് തുടർന്ന് എടുത്ത് ചെയ്ത് നോക്കുക.